അമ്മേ, നമ്മള് തോറ്റുപോയല്ലോ അമ്മേ. ഇതൊരു തോൽവിയായിട്ടൊന്നും കരുതണ്ട മോളെ. നിന്റെ അച്ഛൻ ചെന്ന് പെടുവല്ലേ അവള് വിരിച്ചിടുന്ന വലയില്. പ്രതാപേട്ടൻ സത്യത്തിൽ ഇത്രയ്ക്ക് മണ്ടനാണോ? ഇനിയും ആ സ്ത്രീയെ മനസ്സിലാക്കാത്തത് എന്താ? ഇങ്ങനെയുണ്ടോ ഒരു ആങ്ങളെയും പെങ്ങളും സ്നേഹം? അവള് പെറ്റമ്മ ചമഞ്ഞ് മയക്കി എടുത്തിരിക്കല്ലേ പ്രതാപേട്ടനെ. അവസരം കിട്ടിയ അവരച്ഛനെ കൊന്നുകളയും. അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയും അച്ഛനെ രക്ഷിക്കാനാ നമ്മൾ നോക്കുന്നത്. പക്ഷെ അച്ഛൻ പഴയതിനേക്കാളും ഇരട്ടിയായി അവരുടെ ചതിക്കുഴിയിൽ വീഴുക. ഈ പ്രസ്ഥാനം അവളുടെ കയ്യിലാ, അവളത് വിഴുങ്ങും. കൊണ്ടുപോയി തിന്നട്ടെ യാമിനി. ഏട്ടത്തി, ഇത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട കാശല്ലേ? ഇത് മുഴുവൻ അവളുടെ കയ്യിലായില്ലേ? ആ സംയുക്ത അവളുടെ ആളാ. അവള് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കും. ഈ സംയുക്ത ഇവരും തമ്മില് എന്തോ ഒരു രഹസ്യ ഇടപാടുണ്ട്. ആ സ്ത്രീയെ ഇവര് പെടുത്തിയതായിരിക്കും. ഹോ, ഇവളുടെ അവസാനം എന്നായിരിക്കും? വല്യമ്മായിയെ വല്യമ്മാവൻ തല്ലുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? വെറുതെ കണ്ടു നിൽക്കാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് നിന്റെ സഹായം വല്ലതും ഞങ്ങൾ ചോദിച്ചോ? മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ റതികേ. ദേ കുട്ടി, ഒരു കാര്യം പറയാം. കുട്ടി എങ്ങനെയുള്ളവളാണെന്നോ എന്ത് സ്വഭാവക്കാരിയാണെന്നോ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇനി മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണെങ്കിൽ അത് വേണ്ട. ഇനി ഇതിന്റെ പേരില് നിന്റെ അമ്മായിയമ്മയായിട്ടും ഭർത്താവുമായിട്ടും അടികൂടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിന്റെ അമ്മായിമ്മ ആരാണെന്ന് നീ കണ്ടില്ലേ? അവരൊരു മനുഷ്യസ്ത്രീയൊന്നല്ല. നീയും സൂക്ഷിച്ചോ. എന്റെ അടുത്ത് അവരുടെ വേല ഒന്നും ചെലവാകത്തില്ല. ചെറിയമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് ഈ സേവ കൂടാനൊന്നും വരണ്ട. ഇതിനിടയ്ക്ക് മോൻ എവിടെ പോയിരുന്നു? ആ, അതമ്മേ, ഞാൻ ജഗനങ്ങളുടെ അടുത്തൊന്ന് പോയതാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ, അറിഞ്ഞു. ഇത് ഋതുവിന്റെ വാശിയും മുൻകോപവും കാര്യങ്ങളും ഇവിടം വരെ എത്തിച്ചതാ. ഇതിപ്പോ കുളങ്കലയ്ക്ക് പരുന്തിന് കൊടുത്തതുപോലെ ആയില്ലേ? അംബിക പരുന്തല്ല, കഴുകന. അപ്പോ ഞാനാണ് ഇതിന് ഉത്തരവാദി എന്നാണോ രാജു പറയുന്നത്? നീ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷെ എടുത്തുചാട്ടത്തിലൂടെ അല്ല ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത്. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്ക് വേണ്ട. ഇത് വഴക്കല്ലമ്മേ. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഈ കുറ്റപ്പെടുത്തലിന്റെ അർത്ഥം. ഏ